ഒന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കേട്ടോ. കാർഡ്സ് ഷഫിൾഡാണേ. 2 ഓഫ് പെൻഡക്കിൾസ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ചാരിയറ്റ്, ശരി. നൈറ്റ് ഓഫ് കപ്സ്, ശരി. 4, 6 ഓഫ് പെൻഡക്കിൾസ്, ദ സ്റ്റാർ. നിങ്ങൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ അവരെയും കൺഫ്യൂസ്ഡ് ആക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ക്ലിയർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് കിട്ടണം. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ ജഗ്ലിംഗ് നിർത്തിയിട്ട് നിങ്ങൾ അവർക്ക് ക്ലിയർ കട്ടായിട്ട് ഒരു ഐഡിയ കൊടുക്കണം. നിങ്ങൾ എവിടെയാണ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നതിനെ പറ്റി അവർക്കൊരു ക്ലിയർ ഐഡിയ നിങ്ങൾ കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മെയിനായിട്ട് അത് തന്നെയാണ് കാണുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യണമെങ്കിൽ ഒരാളുടെ മാത്രം എഫേർട്ട് പോരാ അല്ലേ. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈക്വൽ എഫേർട്ട് ഈ റിലേഷൻഷിപ്പിൽ വരണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഉറച്ച തീരുമാനമായിട്ട് എത്തണമെന്നും, രണ്ടാലൊന്ന്, ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, രണ്ട് തന്നെ ആയാലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ അറിയിക്കണം. കാരണം നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഉത്തരം കൊടുക്കുന്നില്ല, അവരെ പോകാനും സമ്മതിക്കുന്നില്ല, തിരിച്ച് നിങ്ങൾ വരുന്നുമില്ല. ഓക്കെ, വിട്ടുപോകാൻ എന്ന് ഇവർ പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കാറില്ല, പക്ഷേ നേരെ തിരിച്ചും ഓക്കെ നിങ്ങൾ അങ്ങോട്ടൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നുമില്ല. അവർക്ക് അങ്ങനെ പറ്റില്ല. യെസ് ഓർ നോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ് വെച്ച് എന്തെങ്കിലും നിങ്ങൾ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ക്ഷമാപണം അവരുടെ അടുത്ത് പറയണം. അവരെ അനുനയിപ്പിച്ച് അവരുമായിട്ട് ഒരു എന്താ പറയുക, ആ സിറ്റുവേഷൻ ഒരു ക്ലോഷറിലെത്തണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. 4 ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങൾ അവരെ പ്രതി കുറച്ച് പൊസസീവായിട്ട് പെരുമാറണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അവരോട് സ്നേഹമുണ്ടെങ്കിൽ കുറച്ച് പൊസസീവ്നെസ് കാണിക്കേണ്ടതല്ലേ എന്ന് ആണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കുറച്ച് പൊസസീവായിട്ട് അവരുടെ അടുത്ത് പെരുമാറണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലെത്താൻ തയ്യാറാവണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റാൻ നിങ്ങൾ തയ്യാറാവണം. അത് തന്നെയാണ് ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് അവർ നിങ്ങളുടെ ഭാഗത്ത് നിന്നും, ഒരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു തീരുമാനം, അതാണ് അവർ നിങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സ്റ്റാർ വെച്ച് നിങ്ങൾ അവരുടെ ലക്കി ചാമാണ്. അതുകൊണ്ട് തന്നെ ആ ലക്ക് അവർക്ക് ലൈഫിൽ എന്നും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അവരെ വിട്ടു പോകില്ല എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ അവരുടെ ലക്കായിട്ടെന്നും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ അവരുടെ കുടുംബത്തിൻ്റെ ഭാഗമായി എന്നും അവരുടെ കൂടെ ഉണ്ടാവും എന്ന് പറയണം എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഒരു ബാലൻസിലെത്തി നിങ്ങൾക്ക് ഒരുമിച്ച് ആ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാണ് എന്നവരെ അറിയിക്കണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്.